സ്റ്റാർട്ട് ചെയ്തേ. ഞാനേ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ ഷോപ്പിലേക്ക് കച്ചവടത്തിന് രാവിലെ കച്ചവടം ആവശ്യമായിട്ട് വരുമ്പോൾ നേരം വൈകി. വെള്ളിയാഴ്ച ആണ്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ട് ഇന്ന് മഴയില്ലാത്ത ദിവസം നല്ല വെയിലും ഉണ്ടെന്ന്. രാവിലെ മഴ ഉണ്ടായിരുന്നില്ല, വൈകിട്ട് നല്ല മഴയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കാളത്തോട് നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് വരുമ്പോൾ നമ്മൾ കിഴക്കുംപാട്ടുകര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ജൂബിലി മിഷൻ എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റാർബക്സിൻ്റെ ഒരു ഇത് തുടങ്ങിയത് അവിടെ, റെസ്റ്റോറൻറ്റ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ പ്ലാറ്റ്ഫോമിൽ ഒരാൾ കിടക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അത് മദ്യം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട്, അമിതമായ ലഹരി ഉപയോഗിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരെ പോലെ തോന്നാം. അപ്പോൾ അങ്ങനെ ഒരു ആളവിടെ കിടക്കുന്നുണ്ട്. ഞാൻ സ്കൂട്ടർ മേലാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ നിറയെ അങ്ങോട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമാണല്ലോ കിഴക്കുംപാട്ടുകര എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി നിർത്തിയിട്ട് നോക്കാൻ ബ്ലോക്ക് ആവും. വണ്ടി നിർത്തി കഴിഞ്ഞാൽ അങ്ങനത്തെ ധാരണ കൊണ്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മദ്യം കഴിച്ച് കിടക്കുന്ന ഒരു ധാരണയിലായിരിക്കാം ആൾക്കാർ അതിനെ കണ്ടിട്ടുണ്ടാവുക. ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും സംഗതികൾ കണ്ടാൽ പൊതുവെ നിർത്തി നോക്കാറുണ്ട്. ഇന്നത്തെ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ നിർത്തി പരിശോധിക്കുമ്പോൾ ഒരു 60-70% ആൾക്കാരും ഈ ലഹരിയുടെ ആൾക്കാരായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മളവരെ അവിടെ ഉപേക്ഷിച്ച് പോകാറ് പതിവ്. ഇന്ന് ഞാൻ അങ്ങനെ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ വണ്ടി നിർത്തി. ഇപ്പോൾ ഒരു 60 വയസ്സൊക്കെ പ്രായം തോന്നുന്ന ഒരു ആളാണ്. ആളൊരു ജെൻറ്റിൽമാൻ. ആൾ ഷുഗർ ഡൗൺ ആയിട്ട് വെയിൽ മറ്റേ ജൂബിലി മിഷൻ്റെ തൊട്ടുള്ള ഒരു പ്രദേശത്ത് കീരംകുളങ്ങര, കിഴക്കേ കോട്ടയമ കീരംകുളങ്ങര എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പട്ടിക്കാട് നിന്ന് ഒരു ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അയാൾ ഈ പറമ്പ് പണിക്കൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് തല കറങ്ങണം തോന്നിയപ്പോൾ കിഴക്കമ്പാട്ടുകര ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കീരംകുളങ്ങരയ്ക്ക് നടന്നു പോവാം എന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ വീഴണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണത്. അപ്പോൾ ഓവറായിട്ട് തല കറങ്ങിയപ്പോൾ ഒന്ന് പ്ലാറ്റ്ഫോമിൽ കിടുന്നതാണ്. അയാൾക്ക് വേറെ നിവർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പരിസരത്തൊരു പെയിൻറ് പണിക്കാർ വർത്തമാനം പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥാപനത്തിൽ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ. അവരുടെ അടുത്ത് ഇയാൾ ജസ്റ്റ് വഴി ചോദിക്കുകയും ചെയ്തു, അവിടെ കിടക്കുകയും ചെയ്തു. അപ്പോൾ അവർ ആ നിലയ്ക്ക് തന്നെ അയാളെ കണ്ടുള്ളൂ. ഈ താഴത്ത് ഒറ്റയടിക്ക് ഫുട്പാത്തിൽ കിടക്കല്ലേ. ഞാൻ അദ്ദേഹത്തിനോട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് തല കറങ്ങിയിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാൾ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്കിങ്ങനെ കീരംകുളങ്ങര എൻ്റെ പണി സ്ഥലത്ത് എത്തിച്ചാൽ മതി, എനിക്കിപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ അദ്ദേഹത്തിനെ കയറ്റി അദ്ദേഹത്തിൻ്റെ കീരംകുളങ്ങര അയാൾ പണിയുന്ന വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ എന്നോട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അയാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അയാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അയാൾക്ക് ആ വീട്ടിൽ കയറിയിട്ട് ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തിരിച്ചു വരാനാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ എന്നെ ആ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ പ്രദേശത്ത് നിർത്തിയത്. അപ്പോൾ ഞാൻ അയാൾ ഗേറ്റ് തുറക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട്, ഞാൻ എന്തിനാ ചേട്ടാ നീ നിൽക്കണം, ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് തരാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഉപകാരം, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഇൻസിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുക എന്നുള്ള രീതിയിൽ ഉപകാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഈ സംഗതി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ മനോഭാവം, അയാൾക്ക് ഉപകാരം ചെയ്ത ഒരു പ്രത്യുപകാരം അയാൾ തിരിച്ച് ചെയ്യാന്നുള്ള ഒരു മനോഭാവമുള്ള അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ വഴിയിൽ ഇങ്ങനെ കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മൾ ഒറ്റയടിക്ക് ലഹരി കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോശാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ കരുതരുത്. എന്തെങ്കിലും ഇൻസിഡൻ്റൊക്കെ പറ്റിയിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. എല്ലാവരും അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.